അരുൺ, പാലക്കാട് വോട്ടെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തികഞ്ഞ ആത്മവിശ്വാസത്തിലാണല്ലോ BJP. പാലക്കാട് നഗരസഭയിൽ ഹാട്രിക് വിജയം നേടും എന്ന് തന്നെയാണ് NDA ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം മറ്റ് നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തവണ NDA അധികാരത്തിലെത്തും എന്ന് തന്നെയല്ലേ BJP പ്രതീക്ഷ വയ്ക്കുന്നത്? എന്തെല്ലാമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായിട്ടും പാലക്കാട് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ പെർസെൻറ്റേജ് എന്നുള്ളത് 29.32% പോളിംഗ് ഇപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത്. എല്ലാ പോളിംഗ് ബൂത്തിലും സാമാന്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി തന്നെയാണ് പാലക്കാട്. ഒപ്പം തന്നെ മുന്നണികളെല്ലാം വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നത്തൂർമേട് നോർത്ത് മണ്ഡലത്തിലാണ്. അവിടെ ആ കുന്നത്തൂർമേട് നോർത്തിൻ്റെ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്ത് 1, ബൂത്ത് 2 അങ്ങനെ 2 ബൂത്തുകളാണ് ഈ സ്കൂളിൽ ഉള്ളത്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നിരവധി ആളുകൾ വോട്ട് ചെയ്യുന്നതിന് സ്കൂളിലേക്ക് എത്തുന്ന കാഴ്ച. വോട്ടർമാരൊക്കെ രാവിലെ മുതൽ തന്നെ വലിയ സാമാന്യം തരക്കേടില്ലാത്ത ഒരു തിരക്ക് ഈ സെബാസ്റ്റ്യൻ സ്കൂളിൽ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഇതിലൊരു പ്രത്യേകത എന്നുള്ളത് ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോട്ടുള്ളത്. ഇത് ബൂത്ത് നമ്പർ 1 ആണ്. ഇതിന് തൊട്ടടുത്തായിട്ട് ബൂത്ത് നമ്പർ 2 കാണാൻ സാധിക്കും. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഇന്നിപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് എത്തുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 10-14 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ MLA ഒളിവിലാണ്. അങ്ങനെ ഒളിവിൽ കഴിയുന്ന രാഹുൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ പാലക്കാട്ടേക്ക് ഈ 2 ആഴ്ച കാലത്തിന് ശേഷം എത്തുമോ എന്നുള്ളതാണ്. രാഹുലിനെതിരെയാണെങ്കിൽ നമുക്കറിയാം ലൈംഗിക പീഡന പരാതികൾ ഉയരുന്നു. അതിനുശേഷം പോലീസ് ബലാത്സംഗ കേസെടുക്കുന്നു. 1 അല്ല 2 കേസാണ് എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യ കേസിൽ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 15-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. 2ാമത്തെ കേസിലാണെങ്കിൽ മുൻകൂർ ജാമ്യം കോടതിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 2 ആഴ്ച കാലമായിട്ട് ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൂത്ത് 2ലേക്ക് എത്തുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇനി അറിയേണ്ടതായിട്ടുള്ളത്. കോൺഗ്രസ് ആണെങ്കിൽ രാഹുലിനെ മുൻനിർത്തിയായിരുന്നു പാലക്കാട് നഗരസഭയിൽ വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് നിരവധി വീടുകളിലൊക്കെ കയറി ഇറങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിനെയും കൊണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു താരപ്രചാരകനായിട്ട് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പാലക്കാട് പ്രചാരണം നടത്തിയിരുന്നത്. പക്ഷെ അതിനിടയ്ക്കാണ് ഈ രാഹുലിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിട്ട പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന സ്ഥിതി ഉണ്ടായത്. പിന്നീട് ആ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് ശേഷം ഒളിവിൽ പോയ രാഹുലാണ്. ഇതുവരെ ഏതായാലും ആ മുങ്ങിയ രാഹുലെ പൊങ്ങിയിട്ടില്ല. ഇന്നിപ്പോഴേതായാലും ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്ത് 2ലേക്ക് രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടതായിട്ടുള്ളത്. അതേസമയം തന്നെ ഈ നിലവിൽ ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം സ്ത്രീകളും വോട്ടർമാരായിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പാലക്കാട് ഒരു അനാഥമായി കഴിയുന്നു. മാത്രമല്ല ഷഫി പറമ്പിൽ MP രാഹുലിനെ പോലൊരു വളരെ സ്വഭാവ ദൂഷ്യമുള്ള വ്യക്തിയെ തങ്ങളുടെ MLA ആയി കൊണ്ട് തലയിൽ കെട്ടിവെച്ചതിൽ വലിയ വിയോജിപ്പ് ജനങ്ങൾക്കുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിൽ നേരത്തെ നമുക്ക് സംസാരിച്ച പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ C. കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വലിയ വിജയപ്രതീക്ഷയാണ്. 30-ലേറെ സീറ്റുകൾ നേടി ഇത്തവണ ഭരണം നിലനിർത്തുമെന്നുള്ള വലിയ വിജയപ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. നഗരസഭയിൽ പോലെ തന്നെ പ്രധാനമായും BJP വികസന മുന്നേറ്റം മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതനുസരിച്ചുകൊണ്ടുള്ള ജനവിധിയാണ്. അതുകൊണ്ടാണ് ഇത്തവണ വീണ്ടും തുടർ ഭരണം തന്നെ ഉണ്ടാകും പാലക്കാട് നഗരസഭയിലടക്കം എന്നുള്ള വിജയപ്രതീക്ഷ അവർ വച്ചു പുലർത്തുന്നത്. എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടുതൽ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കൂടി അത് തുടരും, അല്ലെങ്കിൽ അത്തരത്തിൽ അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അതിനിടയിലാണ് നമുക്കറിയാം കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി. രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിക്കൊണ്ട് വലിയ പ്രചാരണമൊക്കെ നടത്തി. ഇപ്പോൾ അവർ ആകെ അങ്കലാപ്പിലായിരിക്കുന്ന അവസ്ഥ. ഇന്ന് രാഹുൽ വോട്ടെടുപ്പിന് വരും, വോട്ടിനായി വരും എന്ന് പറയുമ്പോൾ ഏതു രീതിയിലുള്ള ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് കോൺഗ്രസിന് നന്നായി അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കം ഉണ്ടാകുമെന്ന് രാഹുൽ പ്രഖ്യാപിച്ചാൽ പോലും അതിനെ തടയിടാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയല്ലേ സ്വാഭാവികമായും ചെയ്യുക. കാരണം അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഒരുപക്ഷെ രാഹുലിനെ കണ്ടു കഴിഞ്ഞാൽ
വല്ലാതെ പ്രകോപിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുലിന്റെ പ്രഖ്യാപനം ഒരല്പം ആശങ്കയ്ക്കും പ്രതിരോധത്തിലുമൊക്കെ ഇടയാക്കുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഇന്നേ ദിവസം പാലക്കാട് സൃഷ്ടിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിരോധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ അത് തിരിച്ചടിയാവുമെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിനുള്ളത് കൊണ്ട് തന്നെ രാഹുലിനോട് അഥവാ വോട്ട് ചെയ്യുകയാണെങ്കിലും വൈകിട്ടോടുകൂടി എത്തി വോട്ട് ചെയ്താൽ മതി എന്ന് അറിയിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം രാവിലെ വോട്ട് ചെയ്യാൻ എത്തുകയാണെങ്കിൽ അത് മാധ്യമങ്ങൾ ഉൾപ്പെടെ രാഹുലിൻ്റെ പ്രതികരണം തേടുകയും നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വോട്ടർമാർ പ്രകോപിതരാകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുമെന്നുള്ള നല്ല ഭയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനോട് വൈകിട്ടോടുകൂടെ എത്തി വോട്ട് രേഖപ്പെടുത്താനായി കോൺഗ്രസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ഇപ്പോൾ ഈ ഒരു സമയം 11 മണി പിന്നിടുന്ന വേളയിൽ രാഹുൽ ഏതായാലും പാലക്കാട്ടേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ഒളിവിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ്. രാഹുലിൻ്റെ മൊബൈൽ ഫോണുകളിലൊന്നും വിളിച്ചാൽ ബന്ധപ്പെടാനും കഴിയാത്ത സ്ഥിതി തന്നെയാണ് ഉള്ളത്. രാഹുൽ ആ മൊബൈൽ ഫോണുകളൊക്കെ പാലക്കാട് തന്നെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉപേക്ഷിച്ച് മറ്റ് നമ്പറുകളുമായിട്ടാണ് പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ പാലക്കാട്ടേക്ക് ഈ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളത് ഇനി അറിയേണ്ടതായിട്ടുണ്ട്. അഥവാ എത്തുകയാണെങ്കിൽ തന്നെ ഏത് സമയത്തായിരിക്കും രാഹുൽ എത്തുക എന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട്.